Welcome all to another class of financial derivatives and risk management. In this class, we are going to discuss about futures contract. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഫോർവേഡ് കോൺട്രാക്ട് എന്താണെന്നല്ലേ. എ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഈസ് വെരി സിമിലർ ടു എ ഫോർവേഡ് കോൺട്രാക്ട് ഇൻ ഓൾ റെസ്പെക്ട് except the fact that it is completely a standardized one. Hence, it is rightly said that a futures contract is nothing but a standardized forward contract. It is a legally enforceable exchange traded standardized contract. അപ്പം സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും തമ്മിൽ സിമിലർ തന്നെയാണ്. പക്ഷെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ് ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫ്യൂച്ചേഴ്സ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ to buy or sell a commodity, security or currency at a predetermined future date at a price agreed upon today. These are traded on an organized stock exchange. ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ബയ്യർ സെല്ലർ അഗ്രിമെൻ്റ് വെച്ചിട്ട് കമ്മോഡിറ്റി സെയിൽ ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ് ദ ഡെലിവറി ഓർ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേറ്റ്. ദ അഗ്രീഡ് പ്രൈസ് ഈസ് കോൾഡ് ദ ഫ്യൂച്ചേഴ്സ് പ്രൈസ്. ഓക്കെ, ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ ടു ബൈ ഓർ സെൽ എ കമ്മോഡിറ്റി, സെക്യൂരിറ്റി ഓർ കറൻസി അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രൈസ് അഗ്രീഡ് അപ്പോൺ ടുഡേ. എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റ് ഉണ്ടാവും ഫ്യൂച്ചേഴ്സിൽ, ദെൻ എന്ത് ഉണ്ടാവും? ഫ്യൂച്ചർ പ്രൈസും ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് എ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് എ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആർ ട്രേഡഡ് ഓൺ ദ ഫ്ലോർ ഓഫ് ആൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെയാണ്. സെപ്പറേറ്റ് ഫ്യൂച്ചർ എക്സ്ചേഞ്ചസ് ഉണ്ട് ഓരോ, അതായത് ഫ്യൂച്ചേഴ്സ് പലതരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ഉണ്ട്. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അപ്പം ഈ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് വിൽക്കുന്ന സ്ഥലത്ത് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് വിൽക്കില്ല. അപ്പം ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിനും കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിനും സെപ്പറേറ്റ് എക്സ്ചേഞ്ചുകൾ ഉണ്ട്. അപ്പം ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഓൺ ദ ഫ്ലോർ ഓഫ് ആൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. ദെൻ സെക്കൻഡ്, ഫ്യൂച്ചേഴ്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ്. Futures contracts are standardized with respect to quality and quantity of underlying asset, the expiry date and where and how delivery is made. എപ്പം, എങ്ങനെ, എത്ര രൂപയ്ക്ക്, എത്ര ക്വാണ്ടിറ്റി, എത്ര കോൾ, ഏത് ക്വാളിറ്റിയിൽ അണ്ടർലൈയിങ് അസറ്റാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയെല്ലാം എന്തിൽ? ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ തേർഡ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തല്ല? ബൈലാറ്ററൽ അഗ്രിമെൻ്റ് അല്ല. പക്ഷേ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്തായിരുന്നു? ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആയിരുന്നു. കാരണം ഫോർവേഡ് കോൺട്രാക്റ്റിൽ സെല്ലറും ബയ്യറും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ആരുണ്ട്? ഒരു മിഡിൽ മാൻ, ദാറ്റ് ഈസ് ബ്രോക്കർ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തിലുണ്ട്? ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലുണ്ട്. സോ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്തല്ല? ബൈലാറ്ററൽ അഗ്രിമെൻ്റ് അല്ല. ദെൻ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? ക്ലിയറിംഗ് ഹൗസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് എ ക്ലിയറിംഗ് ഹൗസ്. ദെൻ ഈ ക്ലിയറിംഗ് ഹൗസ് ആണ് അസറ്റിൻ്റെ ഡെലിവറി ആണെങ്കിലും മണി പേയ്മെൻ്റ് ആണെങ്കിലും എന്ത് ചെയ്യുന്നത്? അറേഞ്ച്മെൻറ്റ് നടത്തുന്നത്. ക്ലിയറിംഗ് ഹൗസ് ഒറിജിനൽ പാർട്ടീസിന്, അതായത് ഒറിജിനൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ബയ്യറിയും സെല്ലറിയും ആണ് ഒറിജിനൽ പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ പാർട്ടീസിൻ്റെ കൗണ്ടർ പാർട്ടി ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു? ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസ് ബിക്കം ദ കൗണ്ടർ പാർട്ടി ടു ദ ഒറിജിനൽ പാർട്ടി. സോ ക്ലിയറിംഗ് ഹൗസ് ഈസ് കോൾഡ് സെൻട്രൽ കൗണ്ടർ പാർട്ടി. അപ്പം ബയ്യർ നേരിട്ട് സെല്ലറുമായിട്ടല്ല ട്രേഡ് നടത്തുന്നത്. ബയ്യറുടെ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? ക്ലിയറിംഗ് ഹൗസ് ആണ്. അതുപോലെ തന്നെ സെല്ലറുടെ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നത് ക്ലിയറിംഗ് ഹൗസ് ആണ്. അപ്പോൾ എന്താണ്? സെൻട്രൽ ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെ സെൻട്രൽ കൗണ്ടർ പാർട്ടി ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? ക്ലിയറിംഗ് ഹൗസ് ആണ്. അതുകൊണ്ട് ക്ലിയറിംഗ് ഹൗസിനെ നമ്മൾ എന്ത് പറയുന്നു? സെൻട്രൽ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്? ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് എ ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്. നെക്സ്റ്റ് പറയാനുള്ളത് നെക്സ്റ്റ് ഫീച്ചറാണ് ദർ ഈസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ഈച്ച് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചസ്. ഓരോ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിനും എന്തുണ്ട്? ഓരോ ക്ലിയറിംഗ് ഹൗസ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചസ് പലതരത്തിലുള്ളതുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് ഉണ്ട്,
ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പം ഈ ഓരോ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിനും ഓരോ ക്ലിയറിംഗ് ഹൗസസ്, സെപ്പറേറ്റ് ക്ലിയറിംഗ് ഹൗസസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫ്യൂച്ചേഴ്സ് എലിമിനേറ്റ് ഡീഫോൾട്ട് റിസ്ക് ഓർ കൗണ്ടർ പാർട്ടി റിസ്ക്. കൗണ്ടർ പാർട്ടി റിസ്ക് അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക് ആര് എലിമിനേറ്റ് ചെയ്യുന്നു? ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു. കാരണം അവിടെ എന്തുണ്ട്? ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ ട്രേഡ് നടത്തുന്നത്. അപ്പം ഏതൊരു കൗണ്ടർ പാർട്ടിയുടെയും അതായത് ഏതൊരു സെല്ലറിൻ്റെ ആയാലും ബയ്യറിൻ്റെ ആയാലും കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? ഈ ക്ലിയറിംഗ് ഹൗസ് ആണ്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് നടത്തുമോ എന്നുള്ള ഒരു റിസ്കിനുള്ള പോസിബിലിറ്റി എവിടെ വരുന്നില്ല? ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിൽ വരുന്നില്ല. അതാണ് ഡീഫോൾട്ട് റിസ്ക് ഇല്ല, അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി എഗ്രിമെൻറ്റിൽ നിന്നും പിന്മാറും എന്നുള്ള ഒരു റിസ്ക് എവിടെ വരുന്നില്ല? ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിൽ, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ വരുന്നില്ല. ദെൻ ദർ ഈസ് എ മാർജിൻ സിസ്റ്റം. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലുള്ള മറ്റൊരു കാര്യമാണ് എന്ത്? മാർജിൻ സിസ്റ്റം എന്ന് പറയുന്നത്. സെല്ലറും ബയ്യറും എന്ത് ചെയ്യണം? ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് അസറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ സ്പെസിഫൈഡ് എമൗണ്ട് ക്ലിയറിംഗ് ഹൗസിൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. ഇത് 5-നും 10-നും ഇടയിൽ, അതായത് 5% മുതൽ 10% വരെയാണ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 5 മുതൽ 10% വരെയായിരിക്കും ഈ മാർജിൻ മണി എന്ന് പറയുന്നത്. രണ്ട് പാർട്ടീസും ക്ലിയറിംഗ് ഹൗസിൽ മാർജിൻ മണി പേയ്മെൻറ്റ് നടത്തണം. ഈ മാർജിൻ മണി യൂസ് ചെയ്തുകൊണ്ടാണ് ഡീഫോൾട്ട് റിസ്ക് ക്ലിയറിംഗ് ഹൗസ് ഇല്ലാതെയാക്കുന്നത്. അതായത് ഒരു എഗ്രിമെൻറ്റിൽ നിന്നും ബയ്യർ പിന്മാറിക്കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്? അദ്ദേഹം ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയ മാർജിൻ മണി യൂസ് ചെയ്ത് സെല്ലറുടെ റിസ്ക് ഒഴിവാക്കുന്നതിന് ക്ലിയറിംഗ് ഹൗസിന് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കൗണ്ടർ പാർട്ടി റിസ്ക് ഒഴിവാക്കുന്നത്. ദെൻ ട്രേഡഡ് ഇൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഉണ്ട്, എന്താ പറയുക, ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചിലൂടെയും ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് നടത്തുന്നത് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് ആർ ട്രേഡഡ് ഇൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ദെൻ ടൈം ബൗണ്ടഡ് കോൺട്രാക്ട്. ഏതൊരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ടൈം ബൗണ്ടഡ് ആണ്. പ്രീ ഡിറ്റർമൈൻഡ് സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഫ്യൂച്ചേഴ്സും എല്ലാം എന്തുണ്ട്? ടൈം ബൗണ്ടഡ് കോൺട്രാക്റ്റ് ആണ്. ദെൻ മോർ ലിക്വിഡ് ഓർ ഈസിലി ട്രേഡബിൾ. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എക്സ്ചേഞ്ചിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി നമ്മളുടെ അസറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്ത് ലിക്വിഡ് ക്യാഷാക്കി മാറ്റുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് മോർ ലിക്വിഡ് ആണെന്ന് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിലേതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ബയ്യറിയോ സെല്ലറിയോ കൗണ്ടർ പാർട്ടീനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം ഫ്യൂച്ചർ കോൺട്രാക്റ്റിലില്ല. നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് അടുത്ത നിമിഷം നമ്മൾ ലിക്വിഡിറ്റി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിലുള്ള അസറ്റ് അപ്പം തന്നെ സെയിൽ നടത്താവുന്നതാണ്. ദെൻ ഫ്യൂച്ചേഴ്സ് ഫോളോസ് ഡെയിലി സെറ്റിൽമെൻറ്റ് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നു. ഫ്യൂച്ചേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി സെറ്റിൽമെൻറ്റ് നടത്തുന്നുണ്ട്. കാരണം ഡെയിലി ട്രേഡ് ഫ്യൂച്ചേഴ്സിൽ നടക്കുന്നുള്ളത് കൊണ്ട്, അതായത് എക്സ്ചേഞ്ചിലൂടെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ചേഞ്ചിൽ ഡെയിലി സെയിൽ നടക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി സെറ്റിൽമെൻറ്റ്, അതായത് ഓരോ ദിവസത്തെയും നമ്മുടെ അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ വേരിയേഷൻ അനുസരിച്ച് നമ്മുടെ മാർജിൻ അക്കൗണ്ടിൽ പ്രൈസ് ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റിൽ നമ്മുടെ ക്ലിയറിംഗ് ഹൗസ് നടത്തുന്നുണ്ട്. അതാണ് ഡെയിലി സെറ്റിൽമെൻറ്റ് എന്നത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ജനറലി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ദ പ്രൈസ് റിസ്ക്. പ്രൈസ് റിസ്ക് എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ പ്രൈസ് റിസ്ക് ഹെഡ്ജ് ചെയ്യുന്നതിന് ഫ്യൂച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് ആർ സെറ്റിൽഡ് ഇൻ ക്യാഷ് ബട്ട് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ആർ ജനറലി സെറ്റിൽഡ് ബൈ ഫിസിക്കൽ ഡെലിവറി. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും ഉണ്ട്, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എങ്ങനെയാണ്? ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ് നടത്തുന്നത്. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഫിസിക്കൽ ഡെലിവറി ഓഫ് അസറ്റ് ആവശ്യമില്ല. പക്ഷേ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൽ ഫിസിക്കൽ ഡെലിവറി ഓഫ് അസറ്റ് നടത്തിക്കൊണ്ടാണ് എക്സ്പയർ ആവുന്നത്, കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്നത്. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് ക്യാഷ് സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ക്യാഷ് സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ഡെലിവറി പീരീഡ് ആവുന്ന സമയം അല്ലെ എക്സ്പയറി ഡേറ്റിന് നമ്മുടെ എന്താണ് നമ്മൾ ഡെയിലി സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡെയിലി സെറ്റിൽമെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ അസറ്റിലെ വാല്യൂ വേരിയേഷൻ അനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ആവുകയും ഡെബിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ എക്സ്പയറി ഡേറ്റിന് നമുക്ക് വരുന്ന ക്യാഷിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്രൈസും എക്സ്പയറി ഡേറ്റ് സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി, അവിടെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യുകയോ ഡെബിറ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ക്യാഷ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നത്, എക്സ്പയറി ഡേറ്റിന് ക്യാഷ് അസറ്റ് ഫിസിക്കലി ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഫീച്ചർ ഓഫ് എ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ബേസിസ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് പ്രൈസ് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബേസിസ് എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ട് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലെ ഫീച്ചർ എന്ന് പറയുന്നത്. ഈ ബേസിസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. നെക്സ്റ്റ്, ഇൻ ഫ്യൂച്ചേഴ്സ് the buyer is said to have a long position and the seller is said to have a short position. ഫോർവേഡിലെ തന്നെ പോലെ ബയ്യർക്ക് ലോങ് പൊസിഷനും സെല്ലർക്ക് ഷോർട്ട് പൊസിഷനും ആണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് എ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലെ സ്പെഷ്യൽ ടേംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡെറിവേറ്റീവിൽ അല്ലേ. അണ്ടർലൈയിങ് അസറ്റ് മേ ബി എ കമ്മോഡിറ്റി ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്. ഓക്കെ, ഈ അണ്ടർലൈയിങ് അസറ്റിൻ്റെ പേരിനനുസരിച്ചാണ് അണ്ടർലൈയിങ് അസറ്റിൻ്റെ പേരാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് മെൻഷൻ ചെയ്യുന്നത്. അതായത് മാർച്ച് 15 2015 മാർച്ചിൽ റൈസ് എന്ന് പറയുന്ന കമ്മോഡിറ്റി, അതായത് കമ്മോഡിറ്റി ബേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചേഴ്സിൻ്റെ പേര് നിർണ്ണയിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, കോൺട്രാക്റ്റ് പീരിയഡ്. കോൺട്രാക്റ്റ് പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്, ദ ടൈം വെൻ ദ കോൺട്രാക്റ്റ് എക്സ്പയേഴ്സ്. കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യുന്ന ടൈമിനെയാണ് കോൺട്രാക്റ്റ് പീരിയഡ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് സൈസ്, ദ എമൗണ്ട് ഓഫ് അസറ്റ് ദാറ്റ് ഹാസ് ടു ബി ഡെലിവേർഡ് അണ്ടർ വൺ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ ഡെലിവർ ചെയ്യുന്ന അസറ്റിൻ്റെ എമൗണ്ടിനെയാണ് കോൺട്രാക്റ്റ് സൈസ് എന്ന് പറയുന്നത്. ദെൻ പ്രൈസ് കൊട്ടേഷൻ, ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് പ്രൈസ്. പ്രൈസിൻ്റെ ബേസിസിനെയാണ് പ്രൈസ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ടിക്ക് സൈസ്, ദ മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോഡ്സ് ഓഫ് എ സിമിലർ നേച്ചർ. സിമിലർ നേച്ചറിലുള്ള രണ്ട് കോഡ്സിൻ്റെ മിനിമം ഡിഫറൻസിനെയാണ് ടിക്ക് സൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ലിമിറ്റ്, ദ മാക്സിമം പ്രൈസ് വേരിയേഷൻ പെർമിറ്റഡ് ഇൻ എ ഡേയ്സ് ട്രേഡിംഗ്. ഒരു ദിവസത്തെ ട്രേഡിങ്ങിൽ മാക്സിമം വരുത്താവുന്ന പ്രൈസ് വേരിയേഷനെയാണ് പ്രൈസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് എക്സ്ചേഞ്ച് പെർമിറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം പ്രൈസ് വേരിയേഷൻ. ദെൻ പൊസിഷൻ ലിമിറ്റ്, ദ മാക്സിമം നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് ഇൻഡിവിജ്വൽ മെമ്പർ ബ്രോക്കർ മേ ഹോൾഡ്. ഒരു ഇൻഡിവിജ്വൽ മെമ്പർ ബ്രോക്കറിന് ഹോൾഡ് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് കോൺട്രാക്റ്റിനെയാണ് പൊസിഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. സ്പോട്ട് പ്രൈസ്, ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ അസറ്റ് ട്രേഡഡ് ഇൻ ദ സ്പോട്ട് ഓർ കറൻറ്റ് മാർക്കറ്റ്. കറൻറ്റ് മാർക്കറ്റിൽ അല്ലെ സ്പോട്ട് മാർക്കറ്റിൽ അസറ്റ് ട്രേഡ് ചെയ്യുന്ന പ്രൈസിനെയാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് പ്രൈസ്, ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ട്രേഡ്സ് ഇൻ ദ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസിനെയാണ് എന്ത് പറയുന്നത്, ഫ്യൂച്ചേഴ്സ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേംസ് എന്തൊക്കെയാണ് നോക്കാം. ദെൻ എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ദ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ കോൺട്രാക്റ്റിൽ, അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ ഡേറ്റിനെയാണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ഇൻ NSE ആൻഡ് BSE, മെജോറിറ്റി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സ്പയേഴ്സ് ഓൺ ദ ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് ദ മന്ത്. ഒരു മാസത്തിൻ്റെ അവസാനത്തെ തേഴ്സ്ഡേയിലാണ് NSEയിലും BSEയിലും മെജോറിറ്റി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സ്പയർ ആവുന്നത്. കമ്മോഡിറ്റി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് എന്ന് പറയുന്നത് മന്തിലെ ലാസ്റ്റ് തേഴ്സ്ഡേ പറയുന്നത്. Then commodity derivatives expires on different dates as per the contract specifications of a given commodity. ഒരു നിശ്ചിത കമ്മോഡിറ്റിയിൽ കോൺട്രാക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഡേറ്റ്സ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്പയർ ആവുന്നതിനുണ്ടാവും. ദെൻ ബേസിസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടേം ബേസിസ് ആണ്. എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് പ്രൈസ് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദെൻ ട്രേഡിംഗ് സൈക്കിൾ. എന്താണ് ഈ ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പീരീഡ് ഓവർ വിച്ച് എ കോൺട്രാക്ട് ട്രേഡ്സ്.
ഒരു കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്ന പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡിംഗ് സൈക്കിൾ. എത്ര കാലത്തേക്കാണ് ആ കോൺട്രാക്റ്റ് ട്രേഡ് നടക്കുന്നത്. ദെൻ ഇൻ NSE BSE ഇറ്റ് ഈസ് 1 month, 2 months or 3 months ഫോർ മെജോറിറ്റി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. മെജോറിറ്റി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന് NSE BSEയിൽ എങ്ങനെയാണ് 1 മാസം 2 മാസം അല്ലെങ്കിൽ 3 മാസം, മാക്സിമം 3 മാസമാണ് പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാരി. Cost of carry measures storage cost plus the interest that is paid to finance the asset less income earned on the asset. Then open interest. Open interest എന്ന് പറഞ്ഞാൽ it is the number of future contract outstanding. അൺഎക്സ്പയർ ആയിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്ട്സിൻ്റെ നമ്പറിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് ആരായിരിക്കും, ബയ്യറും. ഷോർട്ട് പൊസിഷൻ സെല്ലറും ആയിരിക്കും അല്ലേ. ഓക്കെ, ഇത്രയാണ് ടേംസ് ഉള്ളത്. ഏത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ മെയിൻ ടേംസ് അല്ലെ സ്പെസിഫിക്കേഷൻസിനെ പറ്റി പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ് ആണ്. ഫ്യൂച്ചേഴ്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് തന്നെ വരുന്നതാണ് കറൻസി ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഇനി ഈ ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ദെൻ ഫസ്റ്റ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്. എന്താണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്? കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് വേർ ദ അണ്ടർലൈങ് അസറ്റ് ഈസ് എ കമ്മോഡിറ്റി. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈങ് അസറ്റ് ഒരു കമ്മോഡിറ്റി ആണെങ്കിൽ അത്തരം ഫ്യൂച്ചേഴ്സിനെയാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഡെലിവറി ഈസ് കമ്പൽസറി ഇൻ മോസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റി മാർക്കറ്റ് അറ്റ് എക്സ്പയറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൽ ഡെലിവറി ഓഫ് അസറ്റ് എന്തല്ല, കമ്പൽസറി അല്ല, അല്ലെങ്കിൽ മെജോറിറ്റി കേസിലും നടക്കുന്നില്ല. പക്ഷേ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൽ കോൺട്രാക്റ്റിൽ ഡെലിവറി ഓഫ് അസറ്റ് ഡെലിവർ ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യുന്നത്. എക്സ്പയറി ഡേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലർ ബയ്യർക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ദെൻ നെക്സ്റ്റ് ഡെലിവറി ഈസ് മെയ്ഡ് ഓൺ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് ആൻ അഗ്രീഡ് പ്രൈസ്. ഈ ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുന്നത്, ഫിസിക്കൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓൺ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിലാണ്, എക്സ്പയറി ഡേറ്റിലാണ്. എത്ര എമൗണ്ടിന്, അഗ്രീഡ് പ്രൈസ്, അതായത് ഫ്യൂച്ചർ പ്രൈസിനാണ്. ദെൻ ഇൻ ഇന്ത്യ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ആർ ട്രേഡഡ് ഇൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ലൈക്ക് ICEX, MCX ആൻഡ് NCDEX. ഈ ICEX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ദെൻ MCX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. NCDEX എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആൻഡ് ദ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE BSE. അതായത് ഇന്ത്യയിലെ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലൂടെ, കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ് ICEX, MCX, NCDEX എന്ന് പറയുന്നത്. അപ്പം ഈ ഇത്തരം കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലൂടെയാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ. കൂടാതെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, അതായത് NSE BSE തുടങ്ങിയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡ് നടത്തുന്നുണ്ട്. ദെൻ കമ്മോഡിറ്റി ട്രേഡിംഗ് സ്റ്റാർട്ടഡ് അറ്റ് BSE ആൻഡ് NSE ഇൻ 2018. റീസെൻ്റ് ആയിട്ടാണ് BSE NSEയിൽ എന്ത് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റി ട്രേഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇതിലൂടെയായിരുന്നു, ഈ ICEX, MCX, NCDEX തുടങ്ങിയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലൂടെയാണ് ഇന്ത്യയിൽ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. MCX എന്ന് ട്രേഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, മെറ്റൽ, അതായത് ഗോൾഡ്, സിൽവർ, കോപ്പർ, അലൂമിനിയം, ലെഡ് തുടങ്ങിയിട്ടുള്ള മെറ്റൽസ്. അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ബ്ലാക്ക് പെപ്പർ, കാരഡമം, കോട്ടൺ തുടങ്ങിയിട്ടുള്ളതും. എനർജിയിൽ വരുന്നതാണ് നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ എക്സെട്ര. ദെൻ NCDEXൽ ചെയ്യുന്നത് അഗ്രികൾച്ചറലാണ്, ബജ്ര, ബാർലി, ചന, വീറ്റ് തുടങ്ങിയിട്ടുള്ളതൊക്കെ. NCXൽ ബുള്ളിൻ, എനർജി തുടങ്ങിയിട്ടുള്ളതാണ്. NSEയിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പാണ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തായി ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് വേർ ദ അണ്ടർലൈങ് അസറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അണ്ടർലൈങ് അസറ്റാക്കി വെച്ചിട്ടുള്ള
എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് ഫ്യൂച്ചർ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് കറൻസി ഫ്യൂച്ചേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? These are derivative contracts to buy or sell a set of shares at a fixed price by a certain date. A predetermined ഡേറ്റിൽ ഫിക്സഡ് പ്രൈസിൽ ഒരു സെറ്റ് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കോൺട്രാക്ട് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനെയാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ദീസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആർ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ടു ബൈ ഓർ സെൽ എ സെറ്റ് ഓഫ് ഷെയർസ് ഓർ സ്റ്റോക്ക് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ബൈ എ സർട്ടൺ ഡേറ്റ്. ഓക്കെ, ഇവിടെ എന്താ ഒരു ഷെയർ അല്ല, അതായത് നമ്മൾ റിലയൻസിൻ്റെ ഒരു ഷെയർ അല്ല വാങ്ങിക്കേണ്ടത്, എന്താണ് സെറ്റ് ഓഫ് ഷെയർസ് ആണ് വാങ്ങിക്കേണ്ടത് ഇതിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ. ദെൻ ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ആർ ദ അണ്ടർലൈങ് അസറ്റ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആയിരിക്കും. ദ വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് മേ നോട്ട് ബി ലെസ് ദാൻ ₹5 lakhs. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിന് സാധാരണ ആളുകൾ പോയിട്ട് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ട്രേഡ് നടത്താൻ പറ്റണമെന്നില്ല. അങ്ങനെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. അത്തരം നഷ്ടങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുന്നതിന് വേണ്ടി സെബി എന്ത് ചെയ്തിട്ടുണ്ട്? വാല്യൂ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മിനിമം എത്രയാണ്? 5 lakh ആയിരിക്കണം. 5 lakhൽ കുറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആണ്. എന്താണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ട്രെൻഡ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് പ്രൈസസ് ഓഫ് സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ. എന്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്? ഓഫ് ദ ട്രെൻഡ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് പ്രൈസസ് ഓഫ് സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് മീൻസ് എ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ബേസ്ഡ് ഓൺ സ്റ്റോക്ക് ഇൻഡീസസ്. ഈ ട്രെൻഡ് മനസ്സിലാക്കുന്ന ട്രെൻഡിൻ്റെ ഇൻഡിക്കേറ്ററായ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് അണ്ടർലൈങ് അസറ്റ് ആക്കി വെച്ചുകൊണ്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെയാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഇൻഡെക്സ് കനോട്ട് ബി ഡെലിവേർഡ്, ഹെൻസ് ഇറ്റ് ഈസ് എ നോൺ ഡെലിവറബിൾ അസറ്റ്. എന്തല്ല, ഫിസിക്കൽ ട്രാൻസ്ഫർ നടക്കില്ല, കാരണം ഫിസിക്കൽ അസറ്റ് അല്ല ഇതെന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്യാഷ് സെറ്റിൽഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അപ്പം എക്സ്പയറി ഡേറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ മാർജിൻ അക്കൗണ്ടിൽ വരുന്ന പ്രോഫിറ്റ് ഓർ ലോസ്, അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ക്യാഷ് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ട്രേഡിംഗ് ഈസ് ഇൻ ഫിനാൻഷ്യൽ ആൻഡ് കമ്മോഡിറ്റി ഇൻഡീസസ്. കമ്മോഡിറ്റി ഇൻഡീസസിലും ഫിനാൻഷ്യൽ ഇൻഡെക്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് നടത്തുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഏതാണ്? കറൻസി അല്ലെങ്കിൽ ഫോറക്സ് ഫ്യൂച്ചേഴ്സ് ആണ്. ദിസ് ഈസ് എ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ടു എക്സ്ചേഞ്ച് വൺ കറൻസി ഫോർ അനദർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ് ഇൻ ദ ഫ്യൂച്ചേഴ്സ് അറ്റ് എ പ്രൈസ് ദാറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദ പർച്ചേസ് ഡേറ്റ്. ഓക്കെ, പർച്ചേസ് ഡേറ്റിന് പ്രീഡിറ്റർമൈൻഡ് ഡേറ്റിൽ പർച്ചേസ് ഡേറ്റിൽ എന്ത് ചെയ്തിട്ടുള്ള പ്രൈസ്, ഫ്യൂച്ചർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് എന്ന് പറയുന്നത്. കറൻസി ഓർ ഫോറക്സ് ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ അണ്ടർലൈങ് അസറ്റ് ഏതാണ്? ഫോറിൻ കറൻസിയാണ് അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് കറൻസി ഓർ ഫോറക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഈസ് എ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ടു എക്സ്ചേഞ്ച് വൺ കറൻസി ഫോർ അനദർ. കറൻസി ഒരു കറൻസിക്ക് പകരം, അതായത് ഒരു കറൻസിക്ക് പകരം മറ്റൊരു കറൻസി എന്ത് ചെയ്യാണ്, ട്രേഡ് നടത്തുന്നതാണ് എന്ന് പറയുന്നത് ഈ ഫോറക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. In NSE, currency derivatives are available on 4 currency pairs of Indian rupee. കറൻസി പെയേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കറൻസി ഡെറിവേറ്റീവ്സ് NSEയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് US ഡോളേഴ്സിലും യൂറോ, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, ജപ്പാനീസ് യെൻ. അതായത് പെയേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ.
rupee of US dollars, rupee of euro, then rupee versus ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, ജാപ്പാനീസ് yen, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പെയേഴ്സ് ആയിട്ട്, ഒരു റുപ്പിക്ക് പെയറായിട്ട് യൂറോ, അങ്ങനെയാണ് ഇതിൽ NSEയിൽ എന്ത് ചെയ്യുന്നത് ട്രേഡ് നടത്തുന്നത്. ഇറ്റ് മേ ബി ഫിസിക്കലി സെറ്റിൽഡ് ഓർ ക്യാഷ് സെറ്റിൽഡ്. സ്റ്റോക്ക് ഇൻഡെക്സ് പോലെയല്ല കറൻസി ഫ്യൂച്ചേഴ്സ് ഫിസിക്കലും ക്യാഷായും സെറ്റിൽ ചെയ്യാവുന്നതാണ്. ദെൻ ഇൻ എ ഫിസിക്കലി സെറ്റിൽഡ് ഫോറക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്, ഫ്യൂച്ചേഴ്സ് traders receive the amount of currency covered by the contract upon final settlement. ഫൈനൽ സെറ്റിൽമെൻറ്റിൽ ഫിസിക്കൽ സെറ്റിൽഡ് ഫോറക്സ് കോൺട്രാക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചേഴ്സ് ട്രേഡർക്ക് ദ എമൗണ്ട് ഓഫ് കറൻസി കവേർഡ് ബൈ എ കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫോറിൻ കറൻസി ആണ് ഇതിൽ കിട്ടുന്നത്. ഈ ഫിസിക്കലി സെറ്റിൽ ചെയ്യുന്ന ഫോറക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ ഫോറിൻ കറൻസി ആയിട്ട് തന്നെയാണ് എമൗണ്ട് ഓഫ് കറൻസി എന്ത് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ട്രേഡറിന് റിസീവ് ചെയ്യുന്നത് ഫൈനൽ സെറ്റിൽമെൻറ്റിൽ. ക്യാഷ് സെറ്റിൽമെൻറ്റിലാണെങ്കിൽ ഓൺലി ദ പ്രോഫിറ്റ് ഓൺ ദ കോൺട്രാക്റ്റ് ഈസ് ഡെലിവേർഡ് ഇൻ ക്യാഷ്. പ്രോഫിറ്റ് മാത്രമാണ് എന്തിൽ കിട്ടുന്നത്, ക്യാഷ് സെറ്റിൽഡ് ഫ്യൂച്ചേഴ്സിൽ കിട്ടുന്നത്. ഇൻ NSE ആൻഡ് BSE ഇറ്റ് ഈസ് ക്യാഷ് സെറ്റിൽഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ്. ഇന്ത്യൻ റുപ്പീസിൽ ക്യാഷ് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിസിക്കൽ ഡെലിവറിയിലാണെങ്കിൽ ഫിസിക്കലി സെറ്റിൽഡ് ഫോറക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫോറിൻ കറൻസിയാണ് എന്ത് ചെയ്യുന്നത് ഫ്യൂച്ചർ ട്രേഡറിന് കിട്ടുന്നത്. ഓക്കെ, റെയർ ആയിട്ട് ഫിസിക്കലി സെറ്റിൽഡ് ഫോറക്സ് ഫ്യൂച്ചേഴ്സ് ഉണ്ടാവുന്നുള്ളൂ. Then interest rate futures are next. Interest rate future is an agreement to buy or sell a debt instrument at a specified future date at a price that is fixed on date of trade. Okay, interest rate futures is an agreement to buy or sell a debt instrument. It is an agreement. എന്തിൻ്റെ അഗ്രിമെൻ്റ്, ടു ബൈ ഓർ സെൽ എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറയുന്ന അഗ്രിമെൻ്റ് ആണ്. ഏത് പ്രൈസിന്, അറ്റ് എ പ്രൈസ് ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രേഡ്. സാധാരണ രീതിയിൽ പറയുന്നത് പോലെ തന്നെ ട്രേഡ് ഡേയിൽ നമ്മൾ നിശ്ചയിക്കുന്ന പ്രൈസിന് ഫ്യൂച്ചർ ഡേറ്റിൽ എന്താണ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം. അതായത് ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്താണ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് മേ ബി ഗവൺമെൻറ് ബോണ്ട് ഓർ ട്രഷറി ബിൽ. ഈ അണ്ടർലൈങ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ആവും. ദെൻ ദീസ് ഫ്യൂച്ചേഴ്സ് കമൻസ്ഡ് ട്രേഡിംഗ് ഇൻ 1975 ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ളത് ട്രേഡ് ചെയ്യാൻ ഇന്ത്യയിൽ 2003 കമൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നമുക്ക് നോക്കാനുള്ള ഫ്യൂച്ചേഴ്സിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സിൻ്റെ ടൈപ്സ് പറഞ്ഞു, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, എന്താണ് എന്ന് പറഞ്ഞു, ദെൻ ടേംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്, അതായത് ഫ്യൂച്ചേഴ്സിൻ്റെ ടൈപ്സ് പറഞ്ഞു അല്ലേ, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഉണ്ട്, പിന്നെ എന്ത് ഫ്യൂച്ചേഴ്സാണുള്ളത്, ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും ഉണ്ട്. അപ്പം ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് സ്ലൈഡ് ഉണ്ടാക്കുക, വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സിൽ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും ഉണ്ട്. ഇതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അതാണ് നിങ്ങളുടെ വർക്ക്. താങ്ക് യു.